യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് പുതിയൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് വളരെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീക വചന ചിന്തയിലൂടെ കടന്നുപോകാൻ തക്കോണം ദൈവം നമ്മെ സഹായിച്ചുള്ള. പ്രത്യേകിച്ച് നമ്മൾ ചിന്തിച്ചത് മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 6-ാമത്തെ വാക്യമാണ്. ഞാൻ വേദഭാഗം ഒന്ന് വായിക്കുന്നു. അർദ്ധരാത്രിക്കോ മണവാളൻ വരുന്നു, അവനെ എതിരേൽപ്പാൻ പുറപ്പെടുവിനെന്ന് ആർപ്പ് വിളി ഉണ്ടായി. നമ്മുടെ ജീവിതത്തിന്റെ അർദ്ധരാത്രികളെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിപ്പാനിടയായി തീർന്നത്. ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഈ അർദ്ധരാത്രി എന്ന് പറയുന്നത് നമ്മളുടെ സമയം എന്നുള്ള അതിനെക്കുറിച്ചല്ല സൂചിപ്പിക്കുന്നത്. രാത്രി 12 മണി എന്നുള്ള കാര്യത്തെക്കുറിച്ചല്ല ദൈവവചനം സൂചിപ്പിക്കുന്നത്. ഒരു പക്ഷേ അപ്രകാരമുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് വിശുദ്ധ വേദപുസ്തകം പറയുന്നെങ്കിലും അതിന്റെ ആത്മീയമായ അർത്ഥം മനുഷ്യർ അവർ ഉത്കണ്ഠയോടും അതേപോലെ തന്നെ വളരെ ഭീതിയോടും നമ്മുടെ ജീവിതത്തിന്റെ അനിശ്ചിതത്വങ്ങളിലും അവർ ഇരിക്കുമ്പോൾ ദൈവത്തിന്റെ ഇടപെടലുകളും ദൈവത്തിന്റെ വിടുതലിന്റെ പ്രവൃത്തികളും നമുക്ക് കാണുവാൻ കഴിയുമെന്നുള്ളതാണ് കർത്താവ് യേശുക്രിസ്തുവും ദൈവത്തിന്റെ വചനത്തിലൂടെയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ ഇപ്രകാരമുള്ള അർദ്ധരാത്രികൾ നമുക്കുണ്ടാകും. ഇവിടെ മണവാളന്റെ വരവ് അർദ്ധരാത്രിയിലാണ് എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം രാത്രി 12 മണിക്കോ അല്ല അതിനോടുള്ള സമയത്തിന് ഇടയിലോ കർത്താവ് യേശുക്രിസ്തു വരുമെന്നല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. മറിച്ച് നമ്മൾ നനച്ചിരിക്കാത്ത അവസ്ഥയിൽ ലോകം മുഴുവനും അന്ധകാരത്താൽ ചുറ്റപ്പെട്ട് കിടക്കുമ്പോൾ മനുഷ്യർ ഭീതിയിലും അനിശ്ചിതത്വങ്ങളിലും കൂടി വരുമ്പോൾ തീർച്ചയായിട്ടും മണവാളന്റെ വരവ് സംഭവിക്കും എന്നുള്ളതാണ്. നമുക്കറിയാം, ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ കാര്യം വളരെയധികം ഇന്റൻസിഫൈ ചെയ്തിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. നോക്കുക, എങ്ങും മനുഷ്യന്റെ ഉത്കണ്ഠകൾ കൂടി വരികയാണ്. ശാസ്ത്രം വികസിക്കുന്നുണ്ട്. പണ്ട് എന്നത്തെക്കാൾ ഉപരി ഇന്ന് ശാസ്ത്രം വളരെ വികസിതമായിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശാസ്ത്രം നമ്മളോട് വിഭാവനം ചെയ്ത് പറയുന്നൊരു കാര്യമുണ്ട്: മനുഷ്യ ജീവിതം കൂടുതൽ ലളിതമായി തീരുന്നു, കൂടുതൽ നല്ലതായി തീരുന്നു, കൂടുതൽ അഭിവൃദ്ധിയുള്ളതായി തീരുന്നു. പക്ഷേ നമുക്കെല്ലാവർക്കും അറിയാം, മനുഷ്യ ജീവിതം കൂടുതൽ സൗകര്യപ്രദമായി തീരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിലും മനുഷ്യനിൽ ഉളവാകുന്നതായ ഉത്കണ്ഠകൾക്കോ അവന്റെ ജീവിതത്തിലെ അനിശ്ചിതത്വങ്ങൾക്കോ അവന്റെ ഭീതിക്കോ യാതൊരു കുറവുമില്ല. അത് വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടമാണ്. വിശുദ്ധ വേദപുസ്തകം വളരെ വ്യക്തമായി പറയുന്നു: അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട ജാതികളെയും മൂടിക്കളയുന്നു. പലപ്പോഴും ഈ ലോക മനുഷ്യൻ അഭിമാനിക്കുന്നത് ശാസ്ത്രം വളർന്നു, നമ്മുടെ ആധുനിക വൈദ്യശാസ്ത്രം ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങൾക്ക് മരുന്ന് കണ്ടുപിടിച്ചു എന്നൊക്കെ അവകാശപ്പെടുമ്പോഴും എത്രത്തോളം മനുഷ്യൻ ഡെവലപ്പായി തീർന്നാലും, എത്രത്തോളം ശാസ്ത്രീയ ഉപകരണങ്ങൾ മനുഷ്യനെ അവന്റെ ഭാവിയെ ശോഭനമാക്കുമെന്ന് വാക്തത്വം ചൊരിഞ്ഞാലും നമുക്കെല്ലാവർക്കും അറിയാം, മനുഷ്യന്റെ ജീവിതം കൂടുതൽ അന്ധകാരത്തിലേക്കും കൂടുതൽ ഭീതിയിലേക്കും ഭയത്തിലേക്കും അനിശ്ചിതത്വങ്ങളിലേക്കും നീങ്ങുന്ന ഒരു കാലഘട്ടമാണ്. ഇതിനെക്കുറിച്ചാണ് വിശുദ്ധ വേദപുസ്തകം പറയുന്നത്: അർദ്ധരാത്രിക്കോ മണവാളൻ വരുന്നു. ഇന്ന് ഇതെല്ലാം വർദ്ധിച്ചു വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്: യേശുക്രിസ്തുവിന്റെ വരവ് ഏറ്റവും അടുത്തായി കഴിഞ്ഞു. അത് വളരെ വേഗം സംഭവിക്കാൻ പോകുകയാണ്. ഇന്നലെ നമ്മൾ നമ്മുടെ ജീവിതത്തിന്റെ അർദ്ധരാത്രികളെ കുറിച്ച് പറഞ്ഞിട്ട് ബൈബിൾ ചരിത്രത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി എങ്ങനെയായിരുന്നു അർദ്ധരാത്രികളിൽ. ഇസ്രായേൽ ജനത്തെ മിസ്രയീമിൽ നിന്നും ദൈവം വിടുവിച്ചത് അർദ്ധരാത്രിയിലാണ്. അതേപോലെ തന്നെ അവർക്ക് വിടുതലിന് കാരണമായി തീരുന്ന കടിഞ്ഞൂൽ സംഹാരം ദൈവം ചെയ്തത്, ആ ന്യായവിധി ചെയ്തത് അർദ്ധരാത്രിയിലാണ്. പൗലോസും ശീലാസും രാത്രിയിൽ കാരാഗൃഹത്തിൽ ദൈവത്തെ പാടി സ്തുതിച്ചുവെന്നും രാത്രിയിൽ ദൈവത്തിന് മഹത്വം കണ്ടുവെന്നും നമുക്ക് കാണുവാനിടയായി തീർന്നു. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിന്റെ രാത്രികൾ എന്ന് പറയുന്നത് ഇപ്രകാരമുള്ള അനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നു പോകേണ്ടതായിട്ട് വരുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ ഒരു സന്ദർഭത്തിൽ കർത്താവ് യേശുക്രിസ്തു പറഞ്ഞതായ രാത്രിയിൽ സംഭവിച്ചതായ ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യം മുതൽ: പിന്നെ അവൻ അവരോട് പറഞ്ഞത്, നിങ്ങളിൽ ആർക്കെങ്കിലും ഒരു സ്നേഹിതനുണ്ടെന്ന് ഇരിക്കട്ടെ. അവൻ അർദ്ധരാത്രിക്ക് അവന്റെ അടുക്കൽ ചെന്ന്, സ്നേഹിത, എനിക്ക് 3 അപ്പം വായ്പ തരണം. എന്റെ ഒരു സ്നേഹിതൻ വഴിയാത്രയിൽ എന്റെ അടുക്കൽ വന്ന് അവന് വിളമ്പിക്കൊടുക്കുവാൻ എന്റെ പക്കൽ ഏതുമില്ല എന്ന് അവനോട് പറഞ്ഞാൽ, എന്നെ പ്രയാസപ്പെടുത്തരുത്, കതകടച്ചിരിക്കുന്നു, പൈതങ്ങളും എന്നോടുകൂടെ കിടക്കുന്നു, എഴുന്നേറ്റ് തരുവാൻ എനിക്ക് കഴിയുകയില്ല എന്ന് അകത്തുനിന്ന് ഉത്തരം പറഞ്ഞാലും അവൻ സ്നേഹിതനാകൊണ്ട് എഴുന്നേറ്റ് അവന് കൊടുക്കയില്ലെങ്കിലും അവൻ ലജ്ജ കൂടാതെ മുട്ടിക്ക നിമിത്തം എഴുന്നേറ്റ് അവന് വേണ്ടുന്നിടത്തോളം കൊടുക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അടുത്ത വാക്യം ഇതിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണ്: യാചിപ്പീൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും; അന്വേഷിപ്പീൻ, എന്നാൽ കണ്ടെത്തും; മുട്ടുവിൻ, എന്നാൽ നിങ്ങൾക്ക് തുറക്കും. യാചിക്കുന്ന ഏവനും ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു.
നോക്കുക, ഈ ഒരു സംഭവത്തെ കർത്താവ് യേശു ക്രിസ്തു അർദ്ധരാത്രിയിൽ നടക്കുന്നതായ ഒരു സംഭവമായിട്ടാണ് യേശു പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ കടന്നു വരും. ഇവിടെ നോക്കുക, വളരെ ആവശ്യബോധത്തോടുകൂടെ 3 അപ്പം വായ്പ വാങ്ങാൻ വേണ്ടി സ്നേഹിതന്റെ വീടിന്റെ വാതിൽക്കൽ ചെന്ന് മുട്ടുന്നവൻ, അവൻ അർദ്ധരാത്രിയിലാണ് അവിടെ ചെല്ലുന്നത്. നോക്കുക, അർദ്ധരാത്രിയിൽ നമുക്കറിയാം ഒരു സാധ്യതയുമില്ല. നമ്മൾ ഇതുപോലെ ആഹാരത്തിന് വേണ്ടിയോ അങ്ങനെയുള്ള ഏതെങ്കിലും കാര്യങ്ങളോ നമ്മൾ ചിന്തിച്ചാൽ നമ്മൾ പറയും, ഈ രാത്രിയിൽ എവിടുന്ന് കിട്ടാനാ, അല്ലേ? ഒരു 12 മണിയാകുമ്പോഴത്തേക്ക് നമുക്കറിയാം നമ്മുടെ നാട്ടിലെ തട്ടുകടകൾ പോലും നിർത്തി അവർ പോകുന്ന സന്ദർഭമാണ്. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല നമുക്ക് ഈ അർദ്ധരാത്രിയിൽ ആഹാരം കിട്ടും എന്നുള്ളത്. അങ്ങനെയുള്ള ഒരു സാഹചര്യം നോക്കണം. ഇത് യേശുക്രിസ്തുവിന്റെ കാലത്ത് നടന്ന സംഭവമായിട്ട് നമുക്ക് കണക്കാക്കിയാൽ പോലും അർദ്ധരാത്രിയിൽ എന്നുള്ള ആ വിഷയത്തിൽ ഇത് സാധ്യമേ അല്ല. പക്ഷെ ഈ സ്നേഹിതന്റെ വിശ്വാസം എന്താണ്? ഈ സ്നേഹിതന്റെ വിശ്വാസം, എന്റെ സ്നേഹിതന്റെ ഭവനത്തിൽ അപ്പമുണ്ട്, അവന് എനിക്ക് തരുവാൻ കഴിയുമെന്നുള്ള വിശ്വാസം അവന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. എപ്പോഴാ? അർദ്ധരാത്രിയിൽ പോലും. നമ്മുടെ ജീവിതത്തിന്റെ അർദ്ധരാത്രികളുടെ സമയങ്ങളിൽ, ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞതുപോലെ, ഇത് നമ്മുടെ ജീവിതത്തിന്റെ ഭയം, നമ്മുടെ ജീവിതത്തിന്റെ അനിശ്ചിതത്വങ്ങൾ, നമ്മുടെ ജീവിതത്തിന്റെ അസ്വസ്ഥതകൾ, ഇതെല്ലാം കാണിക്കുന്നതായ ഒരു അനുഭവത്തെയാണ് ഇവിടെ അർദ്ധരാത്രി എന്ന് പറയുന്നത്. ആരും എനിക്ക് ഒന്നും നൽകുകയില്ല, ആർക്കും എന്നെ സഹായിക്കാൻ കഴിയത്തില്ല എന്ന് ചിന്തിക്കുന്നിടത്ത്, അതേ ഒരു സ്നേഹിതനെ കുറിച്ചുള്ള ചിന്ത, വിശ്വാസം, ആ വിശ്വാസ നിമിത്തം ആ അർദ്ധരാത്രിയുടെ ഭീതിയുടെ അനുഭവത്തിൽ തന്റെ ആ സ്നേഹിതന്റെ ഭവനത്തിലേക്ക് ചെന്ന് അവന്റെ വീടിന്റെ വാതിൽക്കൽ മുട്ടുമ്പോൾ, ഇത് നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ ജീവിതത്തിന്റെ അർദ്ധരാത്രികളിൽ നമുക്ക് ആശ്രയിക്കാനുള്ള ഏക സ്നേഹിതൻ എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ്. ഇനി എന്തുകൊണ്ടാണ് ഈ സ്നേഹിതന്റെ ഭവനത്തിലേക്ക് ചെല്ലാൻ ഈ സ്നേഹിതന് ഇടയായി തീർന്നത്? അതെ, ആ സ്നേഹിതന്റെ ഭവനത്തിൽ, എന്റെ ഭവനത്തിൽ കടന്നു വന്ന സ്നേഹിതന് കൊടുക്കാനുള്ള അപ്പമുണ്ട് എന്നുള്ള വിശ്വാസം. കർത്താവ് യേശു ക്രിസ്തുവിൽ എൻ്റെ ജീവനും ഭക്തിക്ക് വേണ്ടതെല്ലാം ഉണ്ട് എന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ, അതായിരിക്കും ഈ ഭൂമിയിൽ ഇന്ന് നിങ്ങൾ ജീവിക്കുമ്പോൾ ഈ അർദ്ധരാത്രിയുടെ വേളകളിൽ, ഈ ഭയത്തിന്റെയും മനുഷ്യത്വത്തിന്റെയും അതേ ഈ ഒരു ഭീതിയുടെയുമായ അവസ്ഥയിൽ നമ്മെ ധൈര്യപ്പെടുത്തുന്നത്, എനിക്ക് ഒരു സ്നേഹിതനുണ്ട്, എ ജനറസ് ഫ്രണ്ട് ഐ ഹാവ് എന്നുള്ളതായ ചിന്ത നിങ്ങളെ ഭരിക്കുന്നത്. ഏത് അർദ്ധരാത്രിയുടെ സമയത്ത് പോലും, എത്ര ഭീതിയുടെ അനുഭവങ്ങളിൽ പോലും, എത്ര അൺസർട്ടനിറ്റിയുടെ അനുഭവങ്ങളിൽ പോലും അതിലൊന്നും ഭയപ്പെടാതെ അതെ അവന്റെ അടുക്കിലേക്ക് ചെല്ലുവാനും പ്രാർത്ഥിപ്പാനും അവന്റെ മുഖം അന്വേഷിപ്പാനും നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ് ഈ ഉപമയിലൂടെ കർത്താവ് യേശു ക്രിസ്തു പറയുന്നത്. നോക്കുക, ഈ ഒരു സ്നേഹിതൻ, അതേ വീട്ടിന്റെ അകത്തുള്ള സ്നേഹിതൻ, താൻ പറയുന്നു, എനിക്ക് എഴുന്നേറ്റ് തരാൻ പ്രയാസമാണ്, കാരണം എൻ്റെ കുഞ്ഞുങ്ങൾ എന്നോടുകൂടെ കിടക്കുന്നു, ഞാൻ കതകൾ ലോക്ക് ചെയ്തിരിക്കുന്നു, നിനക്ക് കഥ തുറന്ന് എൻ്റെ ഇടയ്ക്കിലേക്ക് വരാൻ കഴിയാതെ വണ്ണം ഞാൻ അതിനെ ലോക്ക് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് നിനക്ക് ഞാൻ തരുവാൻ ആഗ്രഹിക്കുന്നില്ല, നീ പൊക്കോളൂ എന്നുള്ള അർത്ഥത്തിൽ അവൻ പ്രതികരിച്ചപ്പോൾ, ഈ സ്നേഹിതൻ തൻ്റെ സ്നേഹിതനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് ആ വീടിന്റെ വാതിൽക്കൽ മുട്ടുക നിമിത്തം അവൻ കാണിക്കുകയാണ്. എന്താണ് അവൻ ആ മുട്ടുന്നത് അർത്ഥമാക്കുന്നത്? അവൻ മുട്ടുന്നത് അർത്ഥമാക്കുന്നത്, ഞാൻ ഇങ്ങനെ മുട്ടിക്കൊണ്ടിരുന്നാൽ അവൻ എഴുന്നേറ്റാൽ പോലും അവനെന്നെ ശാസിക്കുകയില്ല, അവനെന്നെ ഫത്സിക്കുകയില്ല, മറിച്ച് ഞാൻ ചോദിച്ചത് എൻ്റെ സ്നേഹിതൻ എനിക്ക് തരുമെന്നുള്ള ആ ഉറച്ച വിശ്വാസം ഈ സ്നേഹിതന് ഉണ്ടായിരുന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ അങ്ങനെയാണ് ഉണ്ടാകേണ്ടത്. ദൈവത്തെ അസഹ്യപ്പെടുത്തുമോ ഞാൻ? അത് ദൈവത്തിന് എന്നോട് അനിഷ്ടം തോന്നുമോ? ഇല്ലില്ല, ഒരിക്കലും അനിഷ്ടം തോന്നുകയില്ല. അതെ, ആ കുരുടനായ മനുഷ്യൻ അവൻ ഉറക്കെ വിളിച്ചു, അസ്വസ്ഥപ്പെടുത്തി വിളിച്ചു. യേശുക്രിസ്തു അസ്വസ്ഥ ഉണ്ടാക്കുമോ എന്നുള്ള ഭയം അവനിലില്ല. കാരണം അവനറിയാം, എൻ്റെ വിടുതലാണ് എൻ്റെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് മാത്രമല്ല, നസ്രായനായ യേശു എനിക്ക് വേണ്ടിയാണ് ഈ ഭൂമിയിൽ കടന്നു വന്നത്. എൻ്റെ ഏത് വേദനയും അവൻ സഹിക്കും, എൻ്റെ ഏത് പ്രയാസവും അവൻ ചുമക്കുമെന്നുള്ള ആ ഉത്തമ വിശ്വാസം ആ കുരുടനുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഈ സ്നേഹിതനുമുണ്ട്. ഞാൻ ഈ വീടിന്റെ വാതിൽക്കൽ എത്രത്തോളം മുട്ടിയാലും എൻ്റെ ഈ സ്നേഹിതന് അസ്വസ്ഥത തോന്നുകയില്ല. ഒരുപക്ഷെ അവൻ എന്നോട് മറുവാദങ്ങൾ പറയുമായിരിക്കാം, പക്ഷെ എഴുന്നേറ്റ് എനിക്ക് വേണ്ടി അത് നൽകുവാൻ അവൻ വിശ്വസ്തനാണെന്ന് ഗ്രഹിപ്പാൻ ഈ സ്നേഹിതന് സാധിച്ചു. ഞാൻ നിങ്ങളോട് പറയട്ടെ, കർത്താവ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക മാത്രമല്ല, നിന്റെ വിഷയങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ അവന് മാത്രമേ കഴിയുള്ളൂ എന്ന് കണ്ടുകൊണ്ട് ഈ ജീവിതത്തിന്റെ അർദ്ധരാത്രികളിൽ അവനെ ആശ്രയിപ്പാൻ നിനക്ക് സാധിക്കുന്നെങ്കിൽ
അതേ ജീവിതത്തിന്റെ ഈ അർദ്ധരാത്രി അനിശ്ചിതത്വങ്ങളുടെ നടുവിൽ, അതേ ഈ ഭീതിയുടെ നടുവിൽ, അതേ നാളെക്കുറിച്ചുള്ള ആ ഉത്കണ്ഠകളുടെ നടുവിൽ ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നുള്ളതാണ് ഇന്നത്തെ ഈ സന്ദേശം എന്ന് പറയുന്നത്. അർദ്ധരാത്രിയിൽ മണവാളൻ വരുന്നു എന്ന് പറയുമ്പോൾ അതിനർത്ഥം പെട്ടെന്നുള്ള ഒരു വെളിപ്പാട്, പെട്ടെന്നുള്ള ഒരു കടന്നുവരവ്, അതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിന്റെ ടേണിംഗ് പോയിന്റ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നതായ ഒരനുഭവമാണ് നമ്മുടെ ജീവിതത്തിന് അർദ്ധരാത്രികൾ എന്ന് പറയുന്നത്. ഇന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ അർദ്ധരാത്രിയിലൂടെ കടന്നു പോകുന്നതായ ഒരു വ്യക്തിയാണോ? അതേ നിങ്ങളുടെ മനസ്സ് നിറയെ ഉത്കണ്ഠകളും അനിശ്ചിതത്വങ്ങളും, അതേ നിങ്ങളുടെ ശരീരം മുഴുവനും, നിങ്ങളുടെ ജീവിതം മുഴുവനും ഭീതിയുടെ നിഴലിലും നിങ്ങളായിരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കുമെന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ, അതേ കർത്താവ് യേശുക്രിസ്തുവിന്റെ വരവ് ഇപ്രകാരമുള്ള അനുഭവങ്ങൾ തന്നെയാണെന്ന് നിങ്ങൾക്ക് പ്രതീക്ഷയോടുകൂടെ കാത്തിരിപ്പാൻ കഴിയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ദൈവമഹത്വം കാണുവാൻ സാധിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അതിനുവേണ്ടിയുള്ള ഒരു സമർപ്പണവും പ്രാർത്ഥനയും നമ്മുടെ ഏവരുടെയും ജീവിതത്തിൽ ഉണ്ടാകട്ടെ ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം നമുക്ക് ദൈവസ്ഥലിൽ പ്രാർത്ഥിക്കാം. സ്വർഗപിതാവേ, ഇന്ന് ഞങ്ങൾ കൽപ്പിച്ച വളരെ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശത്തിനായി സ്തോത്രം. കർത്താവെ, ആ സ്നേഹിതനെ കുറിച്ച് ഞങ്ങൾക്ക് ചിന്തിപ്പാൻ ഇടയായി തീർന്നല്ലോ. ഞങ്ങളുടെ ജീവിതത്തിന്റെ അർദ്ധരാത്രികളുടെ വേളകളിൽ കർത്താവെ, ഞങ്ങളെ രൂപാന്തരപ്പെടുത്തുവാനുള്ള അനുഗ്രഹം നിന്റെ കയ്യിലുണ്ട് എന്ന് ഞങ്ങൾ മനസ്സിലാക്കി അങ്ങയിൽ തന്നെ പൂർണ്ണമായും ആശ്രയിപ്പാൻ ഞങ്ങളെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനം കേൾക്കുന്ന ഏവരെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥന കേൾക്കുന്നതിനായി നന്ദി, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ വേദവചനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഏതെങ്കിലും ആത്മീയമായ സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അതേപോലെ തന്നെ നിങ്ങളുടെ പ്രാർത്ഥന വിഷയം ഞങ്ങളുമായി പങ്കിടാം. ആത്മീയമായ കൂട്ടായ്മയ്ക്ക് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അതിനും ഞങ്ങൾ നിങ്ങളോടൊപ്പം തയ്യാറാണെന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. ആത്മീയമായ ശുശ്രൂഷകൾ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അതിന് ഞങ്ങളെ വിളിക്കാവുന്നതാണ്. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു ഓൾ.